Hi, dear students. Last day we studied some of the definitions in income tax. Today we are going to discuss some other definitions like assessee, assessee in default, deemed assessee, total income, and gross total income. Okay, so first definition assessee that deal under section 2 subsection 7. Once again, assessee section 2 subsection 7 in income tax act. So who is assessee? That is defined in this section. ആരാണ് assessee? അതാണ് assessee എന്താണ്? അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. Under income tax act, an assessee means a person who is liable to pay tax. ആരാണോ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായവർ, ഈ ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന ആരൊക്കെയാണോ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായവർ അവരെല്ലാം അസസ്സിയാണ്. ലാസ്റ്റ് ഡേ നിങ്ങൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് സ്ലാബ് കണ്ടെത്തി. 2.5 ലക്ഷത്തിന് മുകളിലുള്ള ഓരോരുത്തർക്കും അതിൽ കൂടുതലാവുമ്പോഴുള്ള റേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി. ഇത് 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരെല്ലാം ഇന്ത്യയിൽ, വ്യക്തികളെല്ലാം ഇൻഡിവിജ്വലെല്ലാം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായ എല്ലാവരും എന്താണ്? അസസ്സിയാണ്. ഓക്കെ. ഓർ ഹു ഈസ് ലാബിൾ ടു പേ എനി അതർ സം ഓഫ് മണി അണ്ടർ ദിസ് ആക്ട്. എക്സാമ്പിൾ ഇൻട്രസ്റ്റ്, പെനാൽറ്റി. ഇത് ഈ ആക്ട് പ്രകാരം ഇഫ് ഈസ് ലാബിൾ ടു പേ എനി അതർ സം ഓഫ് മണി, ഓരോ വർഷവും ടാക്സ് അടയ്ക്കുന്നതിന് പുറമേ ചിലർക്ക് എന്തുണ്ടായിരിക്കാം? ഫൈൻ ഉണ്ടായിരിക്കാം, അതുപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടാവും. അതായത് ഡീഫോൾട്ട് വരുത്തി ഒരു വർഷത്തെ ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഫൈൻ ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളും അസസ്സിയാണ്. ഓക്കെ. സോ ഫസ്റ്റ് മീനിങ് ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായവർ. ദെൻ ഹു ഈസ് ലാബിൾ ടു പേ എനി അതർ സം ഓഫ് മണി അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും വേറെ എന്തെങ്കിലും എനി അതർ സം ഓഫ് മണി ലാബിളായിട്ടുള്ള ആളുകൾ. ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂം എനി പ്രൊസീഡിങ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് ഇൻകം. In respect of whom any proceeding under this act has been taken for the assessment of income. ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും വ്യക്തിയുടെ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥമായിട്ടുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും വ്യക്തികളുടെ ഇൻകം ഈ ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്, അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയും അസസ്സിയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂം പ്രൊസീഡിങ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം ഓർ ടു സച്ച് അതർ പേഴ്സൺ. സെയിം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വ്യക്തി ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് റീഫണ്ട് ചെയ്യാനുണ്ടെങ്കിൽ, റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും അസസ്സിയാണ്. ഓർ എനി അതർ പേഴ്സൺ. Then who is deemed to be an assessee under any provision of this act. മറ്റൊന്ന് ഡീംഡ് അസസ്സി ആണെങ്കിൽ, ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസ്സി അണ്ടർ ദി എനി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഡീംഡ് അസസ്സി ആണെങ്കിൽ, ഹൂ ഈസ് ഡീംഡ് അസസ്സി? ഡീംഡ് അസസ്സി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡീംഡ് അസസ്സി. അത് നമ്മൾ ഫർദർ വി ഡിസ്കസ്ഡ് ഡീംഡ് അസസ്സി. Then last one, who is deemed to be an assessee in default under any provision of this act. അതുപോലെ ഡീംഡ് ടു ബി അസസ്സി എന്നതുപോലെ തന്നെ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസ്സി ഇൻ ഡീഫോൾട്ട്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായവർ എന്തെങ്കിലും ഡീഫോൾട്ട്, വീഴ്ച വരുത്തിയാൽ അവരും ഇതിൽ അസസ്സി ആയിട്ടാണ് കരുതപ്പെടുന്നത്. സോ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസ്സി in default under any provision of this act. സോ അസസ്സി എന്ന് പറഞ്ഞാൽ വലിയൊരു ഡെഫിനിഷനാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണിത്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ഒരു ഡെഫിനിഷനാക്കി തന്നതാണ്. സോ അസസ്സി നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. സോ അസസ്സി സെക്ഷൻ 2 subsection 7. In simple way we can say assessee. Who is assessee എന്ന് ചോദിച്ചാൽ എന്താണ്? Assessee is a person who is liable to pay tax under
ദിസ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരായ ആളുകളെയാണ് എന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡെഫിനിഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഡീംഡ് അസസി. സോ ഹൂ ഈസ് ഡീംഡ് അസസി? ഡീംഡ് അസസി വി ക്യാൻ ഓൾസോ സേ ദാറ്റ് റെപ്രസെൻറ്റേറ്റീവ് അസസി. സോ ഹൂ ഈസ് റെപ്രസെൻറ്റേറ്റീവ് അസസി ഓർ ഡീംഡ് അസസി? എ പേഴ്സൺ who is deemed to be an assessee for some other person is called deemed assessee. That means he paid tax for some other person. വേറൊരു വ്യക്തിക്ക് വേണ്ടി ഇദ്ദേഹം അസസി ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. ദാറ്റ് ഈസ് ഡീംഡ് അസസി. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ പാരൻ്റ് ഓഫ് എ മൈനർ. 18 വയസ്സിന് താഴെയുള്ള ഒരു മൈനർ ആയൊരു കുട്ടി, ആ കുട്ടിക്ക് ഒരുപാട് ഇൻകം ഉണ്ടായിരിക്കാം, പക്ഷെ ആ കുട്ടി 18 വയസ്സായതുകൊണ്ട് ആ കുട്ടി ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ പാരൻ്റാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ടാക്സ് അടയ്ക്കുന്നത്. അതുപോലെ ഏജൻറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ഒരു പ്രിൻസിപ്പാൾ ഏജൻറ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏജൻ്റ് ആയിരിക്കും പ്രിൻസിപ്പാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കുന്നത്. സോ ഇങ്ങനെയുള്ള കേസിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയാണ് ടാക്സ് അടയ്ക്കുന്നത്. സോ ഹി ഈസ് കാൾഡ് deemed assessee. So deemed assessee means he is a person paying tax for some other person. Then next definition, that is assessee in default. Assessee in default, when a person responsible for doing any work under this act and he fails to do it, he is called an assessee in default. ഈ ആക്ട് പ്രകാരം ചില വ്യക്തികൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം, ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തി അത് ഫെയിൽ ടു ഡു ഇറ്റ്, അത് ചെയ്യാൻ ഫെയിലായി പോവുക, അതിൽ ഡീഫോൾട്ട് വരുത്തുക, അതിൽ വീഴ്ച വരുത്തുക. അങ്ങനെയുള്ള വ്യക്തികൾ, അതായത് ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ അസസീസ് ഉണ്ടായിരിക്കാം, അവരെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. സോ സം പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് സം വർക്ക് അണ്ടർ ദിസ് ആക്ട് ബട്ട് ഹി ഈസ് ഫെയിൽ ടു ഡു സോ. സോ ഹി ഈസ് കോൾഡ് അസസി ഇൻ ഡീഫോൾട്ട്. എക്സാമ്പിൾ, when a person who is liable to deduct tax at source but he does not deduct it at source and he does not deposit in the government treasury. അത് ചില വ്യക്തികളെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് ഏൽപ്പിച്ചിട്ടുണ്ടാകും. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡിബഞ്ചറിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാം, ഷെയറിൽ നിന്ന് ഡിവിഡൻറ്റ് കിട്ടാം. ഇങ്ങനെയുള്ള കേസിലൊക്കെ അത് കമ്പനി തന്നെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി തരുന്നത്. നമുക്കുള്ള ടാക്സും എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടാണ് തരുന്നത്. ഹീ ഈസ് ഫെയിൽ ടു ഡു സോ, അത് ഡിഡക്റ്റ് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ കളക്ട് ചെയ്ത പൈസ ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ വേറൊന്ന് പറയുകയാണെങ്കിൽ ലോട്ടറിക്ക് TDS ഉണ്ട്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TDS എന്ന് പറഞ്ഞപ്പോൾ ലോട്ടറി അടിച്ചു 1 കോടി രൂപ, പക്ഷേ നമ്മൾക്ക് കയ്യിൽ 1 കോടി രൂപ കിട്ടില്ല. 30% ലോട്ടറിയുടെ ടാക്സ്. അപ്പോൾ 30% ലോട്ടറിയുടെ ആ കാശെടുത്ത് ബാക്കി 70 ലക്ഷം രൂപയെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം 1 കോടി തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. ടാക്സ് കുറച്ച ശേഷമാണ് നമുക്ക് ബാക്കി 70 ലക്ഷം തരുന്നത്. ഇങ്ങനെ സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, TDS അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബാധ്യസ്ഥരായവർ അത് കളക്ട് ചെയ്ത് ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കാതിരിക്കാം. അങ്ങനെയുള്ളവരെയാണ് അസസി ഇൻ ഡീഫോൾട്ട്. അവരുടെ ഡ്യൂട്ടി, അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുക. സോ ദാറ്റ് ഈസ് അസസി ഇൻ ഡീഫോൾട്ട്. Next one, gross total income, that is dealing under section 80B5. Gross total income, section 80B5. It means the total income computed in accordance with the provisions of Income Tax Act before making deductions under section 80C to 80U. 80C to 80U എന്ന് പറയുന്ന സെക്ഷൻസിൽ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 5 ഹെർട്സിൽ നിന്നും കിട്ടുന്ന ഒരു വ്യക്തിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അത് 80C to 80U എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ പ്രളയം വന്ന സമയത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ സമയത്തും ഗവൺമെൻറ്റിന് സഹായിക്കാൻ പല ഫണ്ടുകൾ ഡൊണേഷൻസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് നമ്മൾ ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഒരു വ്യക്തി ഒരുപാട് ഇൻകം ഉള്ളവരൊക്കെ ഡൊണേഷൻസ് കൊടുക്കും. അത് സെക്ഷൻ 80G
80G ആണ് ഡൊണേഷൻ. ഇത് 80Cൻ്റെ 80Uൻ്റെ ഇടയിൽ വരുന്നതാണ് 80G. അപ്പോൾ ഡൊണേഷൻ, ആ വ്യക്തിക്ക് 50 ലക്ഷം വരുമാനമുള്ള വ്യക്തി 1 ലക്ഷം ഡൊണേഷൻ കൊടുത്തുവെങ്കിൽ അയാൾക്ക് ആ 1 ലക്ഷം രൂപ കുറയ്ക്കാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ അയാൾ ടാക്സ് കൊടുത്താൽ ബാക്കി 49 ലക്ഷത്തിന് കണ്ടാൽ മതി. സോ ഇങ്ങനെ 80C മുതൽ 80U വരെ ഒരുപാട് ഡിഡക്ഷൻ ഉണ്ട്. 80C എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെങ്കിൽ, LIC ചേർന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് ബാക്കി ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് കിട്ടും. ഈ 80C മുതൽ 80U വരെ എന്ന് പറഞ്ഞാൽ പല ഡിഡക്ഷൻസ് ആണ്. ആ ഡിഡക്ഷൻസ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള ഇൻകത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ it is the sum total of income come under, അവിടെ ഇൻകം വിട്ടുപോയിട്ടുണ്ട്, ഇൻകം കം അണ്ടർ 5 heads such as income from salary, income from house property, capital gain, profit and gains of business or profession, and income from other source. Already we studied that there are 5 heads of income under Income Tax Act. That is, first one, income from salary, income from house property, capital gain, income from business or profession, and income from other source. ഈ 5 ഹെഡ്സിലെ ഇൻകം കൂടി ഒരാളുടെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കിട്ടും. ആ ടോട്ടലിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ കുറയ്ക്കുന്നതിന് മുമ്പ് ഈ 5 ഹെഡ്സിലെയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ദാറ്റ് ഈസ് ഡീലിംഗ് അണ്ടർ സെക്ഷൻ 80B subsection 5. And next one is total income. That is section 2 subsection 45. So total income, that is dealing under section 2 subsection 45. Total income, that means the amount left after making the deductions under section 80C to 80U from the gross total income. ഗ്രോസ് ടോട്ടൽ ഇൻകം ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഈ 5 ഇൻകത്തിൽ നിന്ന്, ഇത് ഒരാൾക്ക് സാലറിയിൽ നിന്ന് എത്രയുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി, അത് ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് എന്തുണ്ട്, ബിസിനസ് നടത്തിയിരുന്ന എന്തെങ്കിലും വരുമാനമുണ്ടോ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ, അതിനുള്ള പലിശയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം വിറ്റതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ, ഈ 5 ഹെഡ്സിലും ഒരാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 5 ഹെഡ്സിലെയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ടിൽ നിന്നും 80C to 80U കുറച്ചതിന് ശേഷമുള്ള ഇൻകത്തെയാണെന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, ക്ലിയർ? So these are the definitions we are discussed today. So write down all these definitions in your notebook and study well. Thank you.